9 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ അടിസ്ഥാന പലിശ നിരക്ക് വെട്ടിക്കുറച്ച US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് 0.5% കുറച്ചിട്ടുണ്ട്. പുതിയ നിരക്ക് 4-നും 4.25%-നും ഇടയിലാണ്. ഈ വർഷത്തെ ആദ്യ ഇളവാണ് ഇത്. വാഹന വ്യക്തിഗത വിദ്യാഭ്യാസ വായ്പാ പലിശ നിരക്കും ക്രെഡിറ്റ് കാർഡ് പലിശയും കുറയാൻ സഹായിക്കുന്നതാണ് ഫെഡറൽ റിസർവ് തീരുമാനം. കഴിഞ്ഞ മാസങ്ങളിൽ തൊഴിലില്ലായ്മ നിരക്ക് കുത്തനെ കൂടിയതാണ് പലിശ നിരക്ക് കുറയ്ക്കാൻ മുഖ്യ കാരണം. പലിശ നിരക്ക് വെട്ടിക്കുറയ്ക്കണമെന്ന് പ്രസിഡന്റ് ട്രംപ് നിരന്തരം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. തൊഴിൽ മേഖല ഊർജിതപ്പെടുത്താനാണ് തീരുമാനമെന്ന് ഫെഡ് ചെയർമാൻ ജെറോം പവൽ പ്രതികരിച്ചു. 2025-ൽ ഇനി 2 തവണ കൂടി പലിശ നിരക്ക് കുറയ്ക്കുമെന്നും സൂചന നൽകി. We were looking at 150,000 jobs a month at the time of the last meeting, and now we see the revisions and we see the new numbers. And I don't want to put too much emphasis on payroll job creation, but it's just one of the things that suggests that the labor market is really cooling off. ഫെഡറൽ റിസർവിന്റെ പലിശ നയം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഓഹരി വിപണിയിൽ സമ്മിശ്ര പ്രതികരണമാണ്. ആദ്യം ഡൗ ജോൺസ് 410 പോയിന്റ് കൂടി സർവകാല ഉയരത്തിലെത്തി. എങ്കിലും പിന്നീട് താഴ്ന്നു. പലിശ നിരക്ക് വെട്ടിക്കുറച്ചത് താൽക്കാലിക നടപടി മാത്രമെന്ന പണനയ പ്രഖ്യാപനത്തിന് ശേഷം ജെറോം പവൽ പറഞ്ഞതാണ് തിരിച്ചടിയായത്. പണനയത്തിന് പിന്നാലെ ഡോളറും ബോണ്ടും ഇടിഞ്ഞു. ഡോളർ തളരുന്നത് ഇന്ത്യൻ റുപ്പിക്ക് നേട്ടമാകും. രാജ്യാന്തര സ്വർണ്ണവില ഔൺസിന് ചരിത്രത്തിലാദ്യമായി $3,700 ഭേദിച്ച് കുതിച്ചുയർന്നു. ലാഭമെടുപ്പ് തുടരുകയാണെങ്കിൽ സ്വർണ്ണവില നഷ്ടത്തിൽ തന്നെ നിൽക്കും. ഇത് കേരളത്തിലെ വിലക്കുതിപ്പിനും തടയിടും. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV.